ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ ഗൂഗിൾ ഡ്രൈവുമായി ബന്ധപ്പെട്ട ഒരു 3 സെറ്റിങ്സിനെ കുറിച്ചിട്ടാട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ ഡ്രൈവിൽ പല ആളുകളിപ്പോൾ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് ഗൂഗിൾ ഡ്രൈവിലേക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡാറ്റാസൊക്കെ അതിലേക്ക് അപ്ലോഡ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് വരുന്ന ചെറിയ സംശയങ്ങൾ 2-3 ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നമുക്ക് ഗൂഗിൾ ഡ്രൈവ് വരെ നമുക്ക് ഫയലുകൾ വലിയ വലിയ ഫയലുകൾ ഇപ്പോൾ നമ്മൾ ജിമെയിൽ വഴി തന്നെ 25 MB വരെയൊക്കെയുള്ളൂ ജിമെയിലിൽ പോവുക. അങ്ങനെയുള്ള ഒരു വലിയ വലിയ ഫയലുകളുണ്ടാവും. ഇപ്പോൾ 1 GB 2 GB അങ്ങനെയൊക്കെയുള്ള ഫയലുകളൊക്കെ ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗൂഗിൾ ഡ്രൈവ് വഴി ഷെയർ ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന നല്ലൊരു കിടിലൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക, നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്തിട്ടോ. ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ ഇതിൽ ഏതാണോ നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഏത് മെയിൽ ഐ ഡിയാണ് വേണ്ടതെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാ കണ്ടോ, വെയിറ്റിംഗ് ഫോർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആവുന്നുണ്ട്. ഇപ്പോൾ നമ്മളെന്തെങ്കിലും ഫയലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ പ്രൊഫൈൽ ചിഹ്നത്തിൽ വരിക. അങ്ങനെ വന്നതിന് ശേഷം നമ്മുടെ ഇവിടെ 3 ഡോട്ടിൽ വന്ന് ഇതിൽ സെറ്റിങ്സിൽ വരിക കേട്ടോ. സെറ്റിങ്സിൽ വന്നതിന് താഴോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഫയൽ ഓൺലി ഫോർ എവർ ട്രാൻസ്ഫർ ഫയൽ ഓൺലി എവർ വൈഫൈ, ഇത് ഇങ്ങനെ എനേബിൾ ആയിട്ടാണ് കിടക്കുന്നത് എങ്കിലാണ് അങ്ങനെ വൈഫൈ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് വരിക. ഇത് ജസ്റ്റ് ഒന്ന് ഡിസേബിൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ മെസ്സേജ് വരും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വൈഫൈ കണക്റ്റ് ആകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. വൈഫൈ കണക്റ്റ് ആയാലും ഓട്ടോമാറ്റിക്കായിട്ട് അത് അപ്ലോഡ് ആവും. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഇതിപ്പോൾ ഡാറ്റ യൂസേജ് വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കാണിക്കുന്നത് വെച്ചാൽ മൊബൈൽ ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് പിന്നെ ആ ഫയൽ അപ്ലോഡ് ചെയ്യുക, അതുകൊണ്ട് മൊബൈലിൽ നിന്ന് ഡാറ്റ ഉപയോഗിക്കുമെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് ഉള്ളത്. അത് ഓക്കെ കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു വെയിറ്റിങ്ങിലുള്ള ആ ഒരു സംഭവം ഇല്ലാതാവും കേട്ടോ. അങ്ങനെ അതാണ് ഫസ്റ്റിലൊന്ന്. പിന്നെ രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒക്കെ ഫയലുകളൊക്കെ ഇതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് ഷോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നെറ്റ് നിർബന്ധമാണ്. അപ്പോൾ നമുക്ക് നെറ്റ് ഇല്ലാത്ത സമയത്തും ഷോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മുകളിലുള്ള ഈ ഒരു ഡോട്ടിൽ പോയിട്ട് അതിൽ പോയി കഴിഞ്ഞാൽ മേക്ക് അവൈലബിൾ ഓഫ്ലൈൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിലും ഇപ്പോൾ ഇവിടെ മെസ്സേജ് വന്നിട്ടുണ്ടാവും, ഓഫ്ലൈനിലും നമുക്ക് ആ ഒരു ഡാറ്റാസ് നമുക്ക് ഗൂഗിൾ ഡ്രൈവിൽ ആ ഡാറ്റാസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു രണ്ടാമത്തെ ഒരു ടിപ്പ് അതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അപ്പോൾ ഓഫ്ലൈനിൽ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ മേക്ക് ഓഫ്ലൈൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സംഭവം എനേബിൾ ആവുന്നതാണ്. ഓക്കെ. പിന്നെ മൂന്നാമത്തെ ഒരു സെറ്റിങ്സ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഫയൽ ഷെയർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ ഡ്രൈവ് വഴി ഫയൽ ഷെയർ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ഗൂഗിൾ ഡ്രൈവ് വഴി വലിയ വലിയ ഫയലൊക്കെ സെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ജിമെയിലിൽ വെച്ചിട്ട് നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ ഗൂഗിൾ ഡ്രൈവ് വഴിയാണ് സെൻഡ് ആവാറുണ്ടോ. അപ്പോൾ നമ്മൾ ഗൂഗിൾ ഡ്രൈവ് വഴി സെൻഡ് ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ പറയാറുണ്ട് അവർക്ക് അവിടെ ഫയൽ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ ഫയൽ അവിടെ ഓപ്പൺ ആകുന്നില്ല, വർക്കിംഗ് ഇല്ല എന്നൊക്കെ പറയാറുണ്ട്. അതിനൊക്കെ എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ പെർമിഷൻ അവർക്ക് ആക്സസ് കൊടുക്കാത്തത് കാരണമാണ് അത് അങ്ങനെ വരുന്നത് കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ ആ ഫയലിന് 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിലിവിടെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇവിടെ മാനേജ് ആക്സസ് എന്ന്. അതിൽ പോയതിന് ശേഷം അതിൽ നമ്മൾ റിസ്ട്രിക്റ്റഡ് മോഡാണ് ഉണ്ടാകുക. ഇത് മാറ്റി കൊടുക്കണം. നമ്മൾ റിസ്ട്രിക്റ്റഡ് മോഡ് എന്നുള്ളത് ഓൺലി പീപ്പിൾ ക്യാൻ, ഇത് നമ്മൾ ആഡ് ചെയ്ത ആളുകൾക്ക് മാത്രമേ നമുക്കതിൽ കാണാൻ പറ്റുള്ളൂ, അവർക്ക് മാത്രമേ അത് ഓപ്പൺ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ മാറ്റി കൊടുക്കേണ്ടത് റിസ്ട്രിക്റ്റഡ് മോഡ് എന്നുള്ളത് കൊടുത്ത് എനിവൺ വിത്ത് ദിസ് ലിങ്ക്, ആ ലിങ്ക് കിട്ടുന്ന ആർക്ക് വേണമെങ്കിലും അത് ആക്സസ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ നമ്മൾ കൊടുക്കുക. അതിപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. വലിയ വലിയ ഫയലുകൾക്ക് അയക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ടെങ്കിൽ നമ്മളത് ചെയ്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അവിടെ അവർക്ക് കൂടി നമുക്ക് ആക്സസ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഗൂഗിൾ ഡ്രൈവ് അവർക്ക് കൂടി ആക്സസ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇന്ന് നമ്മൾ നോക്കിയത് ഗൂഗിൾ ഡ്രൈവിലെ 3 സെറ്റിങ്സിനെ കുറിച്ചാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം, താങ്ക് യു.